വിദ്യാഭ്യാസ മേഖലയ്ക്കായി വലിയ പരിശ്രമങ്ങൾ നടത്തിയവരാണ് ക്രിസ്തീയ മിഷണറിമാരെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഈ മേഖലയിലെ വിവിധ തലമുറകൾക്ക് വിദ്യ പകർന്നു നൽകി ഇന്ന് കൂടുതൽ വിശാലമായി കൂടുതൽ കുട്ടികളെ ഉൾക്കൊണ്ട് ഈ വിദ്യാലയം മുന്നേറുകയാണ്. അപ്പൊ അതിനൊരു പുതിയ സൗകര്യം കൂടി കൈവന്നിരിക്കുകയാണ്. ഒരു ബ്ലോക്ക്, ക്ലാസ് റൂമും ഹാളും ഒക്കെയുള്ള മറ്റൊരു ബ്ലോക്ക്. നമുക്കറിയാം, സർക്കാർ സ്കൂളുകളെ പോലെ തന്നെയാണ് എയ്ഡഡ് വിദ്യാലയങ്ങൾ. അതിന് വലിയ പരിശ്രമം, സ്ഥലവും കെട്ടിടവും ഒക്കെ മാനേജ്മെന്റുകൾ, പ്രത്യേകിച്ച് സഭയുടേതൊക്കെ ആകുമ്പോൾ 100% സേവന മനോഭാവത്തോടു കൂടി ആണ് ഇത്തരം വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ അവര് നൽകിയ സംഭാവനകൾ ചെറുതല്ല. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്തീയ മിഷണറിമാർ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ വലിയ പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനും അത് പരിപാലിക്കാനും അതുപോലെ തന്നെ കലാലയങ്ങൾ, കോളേജുകൾ ഒക്കെ സ്ഥാപിക്കാനും ക്രിസ്തീയ മിഷണറിമാർ, ക്രിസ്തീയ സഭകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പ്രത്യേകം പ്രശംസനീയമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങളും ചെറുതല്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമുദായിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രോപൊലിത്ത അധ്യക്ഷത വഹിച്ചു. MLA-മാരെ ചടങ്ങിൽ ആദരിച്ചു. +2 പരീക്ഷയിൽ 1199 മാർക്ക് നേടിയ സാനിയ ജോൺസൺ, +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ ലഹരി വിരുദ്ധ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തവന്നൂർ MLA-യും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ VS ജോയ്, കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK സുരേഷ്, അനുശ്രീ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം P ജോസ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ്, സ്ഥിരം സമിതി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പാൾ ബിജു പോൾ, മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മൂത്തേടം, KT കുഞ്ഞാൻ, ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.